السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. BA أفضل العلماء for semester History of Islamic and Umayyad Literature അൽ-ഫറസ്ദഖ് എന്നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ആദ്യമായി അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് ഹുവ അബു ഫറാസ് ഹമ്മാമു ബിനു ഗാലിബ് ബിനു സഅസഅ മിൻ ബനി തമീം. അദ്ദേഹത്തിന്റെ പരീക്ഷകൾക്കൊക്കെ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരുകളെ ചോദിക്കാറുണ്ട്. ഫറസ്ദഖിന്റെ ശരിയായ പേരെന്താണ്, യഥാർത്ഥത്തിൽ പേരെന്താണ് എന്നൊക്കെ, അല്ലെങ്കിൽ ഇസ്മുൽ കാമിൽ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഹുവ അബു ഫിറാസ് ഹമ്മാമു ബിനു ഗാലിബ് ബിനു സഅസഅ എന്നാണ്. അദ്ദേഹം മിൻ ബനി തമീം, ബനു തമീം ഗോത്രത്തിൽപ്പെട്ട ആളാണ്. വകാന വാലിദുഹു ഗാലിബ് യഹ്യ ഹയാത്തൻ ബദവിയ വയംലികു ഇബ്ലൻ വ അൻആമൻ കസീറ. വകാന വാലിദ്, അദ്ദേഹത്തിന്റെ പിതാവ് ഗാലിബ് യഹ്യ ഹയാത്തൻ ബദവിയ, അദ്ദേഹം ഒരു ഗ്രാമീണ ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്. വയംലികു ഇബ്ലൻ വ അൻആമൻ കസീറ, ധാരാളം ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ ഉടമപ്പെടുത്തിയിരുന്ന ഒരാളാണ്, ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. വഉമ്മുൽ ഫറസ്ദഖ് ലീന ബിൻത് ഖുർളത്തുൽ ലിബി, അദ്ദേഹത്തിന്റെ ഫറസ്ദഖിന്റെ ഉമ്മ ലീന ബിൻത് ഖുർളയാണ്. വലിദൽ ഫറസ്ദഖ് ഫി കാളിമ നഹ്വ സന 20 ഹിജ്റ ഫി ഖിലാഫത്തി ഉമർ ബിൻ ഖത്താബ്. വലിദ ഫറസ്ദഖ് ജനിച്ചത് ഫി കാളിമ എന്ന് പറയുന്ന സ്ഥലത്താണ്. നഹ്വ സന 20 ഹിജ്റ 20, അതായത് 642 മീലാദിയിലാണ്. ഫി ഖിലാഫത്തി ഉമർ ബിൻ ഖത്താബിന്റെ ഭരണകാലത്തായിരുന്നു അദ്ദേഹം ജനിച്ചത്. വനശഅ ഹുനാലിക നശഅത്തൻ ബദവിയ, അദ്ദേഹം അവിടെ ഒരു ഗ്രാമീണമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ജീവിച്ചിരുന്നത്. വൽ ഫറസ്ദഖ് ലുഖിബ ലഹു ലിഗാലി വജ്ഇഹി വശബ്ബഹു ബിർറഗീഫ്. വൽ ഫറസ്ദഖ് എന്നത് ലഖബുൽ ലഹു, അദ്ദേഹത്തിന്റെ ലഖബാണ്. ആ ലഖബ് കിട്ടാനുള്ള കാരണം ലിഗാലി വജ്ഇഹി, അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഒരു പരിക്കത കൊണ്ടാണ്, പരിക്കമായിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ മുഖം കാരണമാണ് ഫറസ്ദഖ് എന്ന പേര് കിട്ടി. വശബ്ബഹു, അദ്ദേഹത്തിനെ സാദൃശ്യപ്പെടുത്തിയിട്ട് ബിർ റഗീഫ്, ഒരു ഉണക്കറൊട്ടീനോടൊക്കെയാണ് അദ്ദേഹത്തിനെ സാദൃശ്യപ്പെട്ടിരുന്നത്. വകാനത്ത് വഫാത്തുൽ ഫറസ്ദഖിന്റെ മരണമായിരുന്നു, അദ്ദേഹം വഫാത്തായത് ഫി സന 114 ഹിജ്റ 114, അതായത് 732 മീലാദിയിലാണ് അദ്ദേഹം വഫാത്തായത്. ലം യത്തസിൽ ഫറസ്ദഖ് ബി അഹദി മിനൽ ഖുലഫാഇ ഖബലൽ ഇമാം അലി. ഇമാം അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് ഒരു ഖുലഫാക്കളുമായിട്ടും ഭരണാധികാരികളുമായിട്ടും ഫറസ്ദഖ് എന്തുണ്ടായിരുന്നില്ല, ബന്ധമുണ്ടായിരുന്നില്ല. ലമ്മ ബദൽ ഫറസ്ദഖ് യംലിമു ശിഅർ, ഫറസ്ദഖ് കവിത രചിക്കാൻ തുടങ്ങിയപ്പോൾ ഹമലു അബൂഹു ഇലൽ ഇമാം അലി, അദ്ദേഹത്തിന്റെ പിതാവ് അലി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോയി. ഫിൽ ബസറയിലേക്ക് നഹ്വ സന 36 ഹിജ്റ 36. വ ഉംറുഹു യൗമദാക നഹ്വ 15 ആമൻ, ആ സമയത്ത് അദ്ദേഹത്തിന് 15 വയസ്സാണ് ഉണ്ടായിരുന്നത്. വജഅലഹു യൻശുദു അമാമഹു ശൈഅൻ മിൻ ശഅരിഹി, അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ കവിതയിൽ നിന്നൊരു ഭാഗം അദ്ദേഹം പാടാൻ ആരംഭിച്ചു. ഇത് കേട്ടപ്പോൾ വയുക്കാലു ഇന്ന അലിയൻ നസാഹു യൗമദാക, സമയത്ത് അദ്ദേഹത്തിന് ഒരു ഉപദേശം നൽകിക്കൊണ്ടാണ് പറഞ്ഞത് ഖുർആനിനെ മനഃപ്പാടമാക്കണം എന്നൊരു ഉപദേശമാണ് അലി റളിയല്ലാഹു കൊടുത്തത്. ഖുർആൻ ആദ്യം പഠിച്ചിട്ട് പിന്നെ കവിത രചന നടത്തിയാൽ മതി എന്നുള്ള ഒരു ഉപദേശമായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തത്. അതിന്റെ ഒരു വാശിയിൽ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് ഖുർആൻ മനഃപ്പാടമാക്കിയതിനു ശേഷമാണ് പിന്നീട് കവിതകൾ രചിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. നശഅൽ ഫറസ്ദഖ് അലാ ഹുബ്ബി ആലിൽ ബൈത്ത് വഅലൽ ഇഅ്തിഖാദി ബി ഹക്കീം ഫിൽ ഖിലാഫ. നശഅൽ ഫറസ്ദഖ് വളർന്നത് അലാ ഹുബ്ബി ആലിൽ ബൈത്ത്, ആൽ ബൈത്തിനെ ഇഷ്ടപ്പെടുന്നത് മേലാണ് അദ്ദേഹം വളർന്നതൊക്കെ. അതുപോലെ വഅലൽ ഇഅ്തിഖാദി ബി ഹക്കീം ഫിൽ ഖിലാഫ, ഭരണത്തിൽ അവകാശമുള്ളത് അവർക്കാണ് എന്നൊക്കെ എന്നുള്ള വിശ്വാസത്തിന്റെ മേലിലൊക്കെയാണ് അദ്ദേഹം വളർന്നിട്ടുണ്ടായിരുന്നത്. വബഅദ ഇസ്തിഷ്ഹാദിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായതിനു ശേഷം വമഖ്തലി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ കൊല്ലപ്പെടുകയും ചെയ്തതിനൊക്കെ ശേഷം ഇല്ലമൽ ഫറസ്ദഖ് ചേർന്നു ഇലാ ശുറായിൽ ഉമവിയീൻ, അമവി കവികളിലെ അദ്ദേഹം ചേർന്നു. തകസ്സുബൻ, അദ്ദേഹം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, ലാ ഇഅ്തിഖാദൻ, അദ്ദേഹം അതൊരു വിശ്വാസം ഉണ്ടായിട്ടല്ല,
അദ്ദേഹത്തിന് എന്തുണ്ടായിട്ട് സമ്പാദിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെ അദ്ദേഹം അതിൽ ചേർന്നു. അൽ ഫറസ്ദഖ് ഷാഇറുൻ മുഖ്തദിറുൻ, അദ്ദേഹം നല്ല കഴിവുറ്റ കവിയാണ്. അൽഫാലുഹു ജസ്ലത്തുൻ, അദ്ദേഹത്തിന്റെ ലഫ്ലുകളൊക്കെ വളരെ മനോഹരമായതാണ്. ഫഹ്മത്തുൻ, വളരെ സമ്പന്നമായ ലഫ്ലുകളായിരുന്നു. കസീറത്തുൽ ഗരീബത്തി, വളരെ അപരിചിതമായ ധാരാളം ലഫ്ലുകളൊക്കെ അദ്ദേഹത്തിന്റെ കവിതയിലുണ്ടായിരുന്നു. ആദിഹിൽ അൽഫാലു, ഇങ്ങനെ ഈ അപരിചിതമായ ലഫ്ലുകൾ തബ്ലഗു ഫി ദീവാനിൽ ഫറസ്ദഖ്, ഫറസ്ദഖിന്റെ കവിതാ സമാഹാരത്തിൽ അത് എത്തിയിട്ടുണ്ട്. നഹ്വു 40 അൽഫൻ, 40,000-ഓളം വാക്കുകൾ, അതുപോലത്തെ അപരിചിതമായ വാക്കുകൾ കാണാൻ സാധിക്കും. ഹത്താ കീൽ, അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, ലൗലൽ ഫറസ്ദഖു ലദഹബ സുലുസുൽ ലുഗതി, ഫറസ്ദഖ് ഇല്ലായിരുന്നെങ്കിൽ ഭാഷയുടെ 1/3 പോകുമായിരുന്നു എന്നൊക്കെ പറയപ്പെട്ടു. വക്കീല ലദഹബ സുലുസാഹ, മറ്റൊരു ഇത് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഫറസ്ദഖ് ഇല്ലായിരുന്നെങ്കിൽ ഭാഷയുടെ 2/3 ഭാഗം തന്നെ പോകുമായിരുന്നു എന്നൊക്കെ പറയാം. അദ്ദേഹം അത്രയും വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കവിതകളിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. തറാക്കീബുൽ ഫറസ്ദഖ്, ഫറസ്ദഖിന്റെ ഘടന, അദ്ദേഹത്തിന്റെ കവിതയുടെ ഘടന എന്ന് പറയുന്നത് മത്തീനത്തുൻ ഷദീദത്തുൽ അസ്രി, വളരെ മൂടി പിടിച്ചിട്ടുള്ള ഒരു ഘടനയായിരുന്നു ഉണ്ടായത്. അമ്മ മഅാനിഹി, അങ്ങനെ അദ്ദേഹത്തിന്റെ ആശയമാണെങ്കിൽ, അദ്ദേഹത്തിന്റെ കവിതയുടെ ആശയങ്ങൾ ഫൗവ കസീറത്തുൻ മുതനവ്യ, ധാരാളം വ്യത്യസ്തതകൾ നിറഞ്ഞിട്ടുള്ള ആശയങ്ങളായിരുന്നു. വശിഅറുഹു മതൂലാത്തുൻ, വളരെ ദീർഘമേറിയ കവിതകളുണ്ട്. വ മുഖ്തഅത്തുൻ, അതുപോലെ ഖണ്ഡകാവ്യങ്ങളുണ്ട്. വഹുവ ദൂ ബദീഹത്തുൻ, അത് വളരെ നല്ല അപബോധങ്ങൾ നൽകുന്ന കവിതകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വമായ കസീറത്തിൽ ഫുനൂനി, ധാരാളം ഫന്നുകൾ ഉള്ളതോടുകൂടെ, അല്ലത്തി ഖാല ഫിയൽ ഫറസ്ദഖ്, ഫറസ്ദഖ് പറഞ്ഞിട്ടുള്ള ഫൈന ഫളിലുൽ അവ്വൽ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫിൽ ഫഖ്രി, അദ്ദേഹത്തിന്റെ ഫഖ്റിലുള്ള കവിതകളാണ്. അദ്ദേഹത്തിന് ഏറ്റവും നന്നായി കവിതകളൊക്കെ രചിച്ചിരുന്നത് ഫഖ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, മറ്റു കവിതകളൊക്കെ രചിച്ചിട്ടുണ്ടെങ്കിൽ കൂടി. വഹുവ അഹ്സന ശുറായിൽ അസ്റിൽ അമവി ഫഖ്റൻ, അദ്ദേഹം ഫഖ്ർ ഉമവി കാലഘട്ടത്തില് ഉമവി കാലഘട്ടത്തിലെ കവികളിൽ ഏറ്റവും നന്നായി ഫഖ്ർ പറയുന്ന ഒരാളായിരുന്നു, ഫഖ്റിൽ കവിത രചിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഒമിൻ ഖസീദത്തി, അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഖസീദയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വരിയാണ് ഹാദല്ലദീ തഅരിഫുൽ ബത്വാഹ വതഅതുഹു വൽ ബൈത്തു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറമു എന്ന് പറയുന്ന ഒരു കവിത. ഇത്രയും കാര്യങ്ങളാണ് ഫറസ്ദഖിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.